വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഗോപി പുതുക്കോട്. കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ. അറബിക്കടലിനും തൻ തിരക്കൈ കൊണ്ടതിന് അതിരിട്ടൊതുക്കുവാനായതിൽ ഇന്നോളവും. കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് പ്രൈമറി ക്ലാസ്സിൽ പഠിച്ച ഈ കവിതാഭാഗമാണ്. നാടിൻ്റെ നാനാവിധമായ വളർച്ച സ്വപ്നം കണ്ട മഹാകവി പാലാ നാരായണൻ നായരുടെ ശുഭാപ്തി വിശ്വാസം നിറഞ്ഞ വരികൾ. അങ്ങനെ സ്വപ്നം കാണാൻ മലയാളിക്ക് നിരവധി കാരണങ്ങളുണ്ട്. സാക്ഷരതയുടെയും പൊതുജനാരോഗ്യത്തിൻ്റെയും പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും കാര്യത്തിൽ നാം രാജ്യത്തിന് മാതൃകയാണ്. സുദീർഘമായ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഉടമകൾ, വൈവിധ്യമാർന്ന നിരവധി കലകളുടെയും ആയോധന മുറകളുടെയും അവകാശികൾ, രാജ്യത്തിനാകെ വെളിച്ചം പകർന്ന ആധ്യാത്മിക ചൈതന്യത്തിൻ്റെയും ചിന്താധാരകളുടെയും പ്രഭവ കേന്ദ്രം, സാമൂഹിക നവോത്ഥാനത്തിന് സാരഥ്യം വഹിച്ച വിശ്വപ്രസിദ്ധരായ നിരവധി മഹത്തുക്കളുടെ ജന്മദേശം, ലോകത്തിൻ്റെ ഏത് കോണിലും എത്തിപ്പെടാനും അവിടെയൊക്കെ സ്വപ്രയത്നത്താൽ സാമൂഹിക നേതൃത്വം ആർജിച്ചെടുക്കുവാനും കഴിവുള്ള പരിശ്രമശാലികളുടെ നാട്. ഇത്രമാത്രമോ? വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വിധത്തിലാണ് പ്രകൃതി തന്നെ സ്വയം സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ അത് മൂന്നായി തിരിഞ്ഞു കിടക്കുന്നു. പശ്ചിമഘട്ടത്തിൽ നിന്നുത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകുന്ന 44 നദികൾ, നിരവധി കായലുകൾ, ഇവ ഒരേ സമയം നാടിനെ ജലസമ്പന്നവും വിഭവസമ്പന്നവുമാക്കുന്നു. 560 കിലോമീറ്റർ നീളത്തിലുള്ള കടലോരം, കടലും കായലുകളുമായി നേരിട്ടുള്ള ജലവിനിമയത്തിൻ്റെ അനന്ത സാധ്യതകൾ, വാർഷിക തോതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഏറ്റവുമധികം മഴ ലഭിക്കുന്ന സംസ്ഥാനം, ഹോർത്തൂസ് മലബാറിക്കൂസ് ഇവിടെയാണ് രചിക്കപ്പെട്ടത്. ധാതുസമ്പത്തിലും നമ്മൾ പിറകിലല്ല. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമാണ് മത്സ്യവിഭവങ്ങൾ. സംഭരിക്കുന്നതിൽ നല്ലൊരു പങ്കും കയറ്റുമതി ചെയ്യപ്പെടുന്നു. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കയറിൻ്റെ 90% കേരളത്തിലാണ്. ടൂറിസ്റ്റുകളുടെ പർദീസയായി കേരളം കണക്കാക്കപ്പെടുന്നു. പ്രകൃതി അങ്ങനെ വെറുതെ നിന്നാൽ തന്നെ വിനോദസഞ്ചാരികളെ ആകർഷിക്കും. അതിനു പുറമെയാണ് ചരിത്ര സ്ഥലങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, ആരാധനാ കേന്ദ്രങ്ങൾ, കലാക്ഷേത്രങ്ങൾ, കളരികൾ, ജലകേളികൾ, മലകയറ്റങ്ങൾ എന്നിവ. അനാദികാലം മുതൽ തന്നെ ഭാരതത്തിൽ വ്യാപകമായും വിദേശ രാജ്യങ്ങളിലും അറിയപ്പെട്ടിരുന്ന ഭൂപ്രദേശമാണ് കേരളം. സാഹിത്യകൃതികളിലും വിവിധ ശാസനങ്ങളിലുമുള്ള പരാമർശങ്ങൾ ഇതിന് തെളിവാണ്. ഇതിഹാസകൃതികളിലെ സൂചനകളും ശ്രദ്ധേയമാണ്. സീതാന്വേഷണത്തിനായി സുഗ്രീവൻ തൻ്റെ വാനരപ്പടയെ നിയോഗിച്ച രാജ്യങ്ങളിലൊന്ന് കേരളമായിരുന്നു എന്ന് രാമായണത്തിലുണ്ട്. ദിഗ്വിജയയാത്രയിൽ സഹദേവൻ കേരളത്തിലേക്ക് വന്നതായും രാജസൂയ യാഗത്തിന് കേരളീയർ തിരുമുൽക്കാഴ്ചയുമായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെന്നതായും കുരുക്ഷേത്ര യുദ്ധത്തിൽ അവർ പങ്കെടുത്തതായും മഹാഭാരതത്തിൽ പറയുന്നു. ഇന്നത്തെ പെരിയാറായ ചൂർണി നദിയെ കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഗ്രീക്കുകാരുമായി നമുക്ക് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ക്രിസ്തുവിന് മുമ്പ് തന്നെ റോമും കേരളവുമായി കച്ചവടത്തിലേർപ്പെട്ടിരുന്നതിന് സംഘം കൃതികളിൽ തെളിവുകളുണ്ട്. പോർച്ചുഗീസുകാർ വരുന്നതുവരെ അറബികൾ ഇവിടെ ശക്തമായ സാന്നിധ്യമായിരുന്നു. മലബാർ എന്ന സ്ഥലനാമം പോലും അവരുടെ വകയാണല്ലോ. നൂറുകണക്കിന് അറബി പദങ്ങൾ നമ്മുടെ ഭാഷയിൽ കടന്നുകൂടിയതും യാദൃച്ഛികമല്ല. പ്രാചീന കേരളവുമായി ചൈനയ്ക്കും വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. കുരുമുളകായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വ്യാപകമായി വിറ്റഴിക്കപ്പെട്ടിരുന്നു. സംഘകാല കൃതികളിൽ നിന്ന് പ്രാചീന കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അക്കാലത്തെ സാമൂഹ്യ ജീവിതം സമാധാനപൂർണ്ണമായിരുന്നു. എല്ലാവർക്കും വിദ്യ നേടാൻ അവകാശമുണ്ടായിരുന്നു. മാത്രവുമല്ല, തൊഴിലിൻ്റെ പേരിൽ ആരെയും അധസ്ഥിതരായി കണ്ടിരുന്നില്ല. സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഉയർന്ന പദവി ഉണ്ടായിരുന്നു. പ്രകൃതിക്കൊത്ത് പുലർന്നു പോന്ന നമ്മുടെ പൂർവികർ തികച്ചും പ്രകൃത്യാനുസാരിയായ ഒരു കലണ്ടറും രൂപപ്പെടുത്തി. കലണ്ടർ എന്നാൽ ഒരു ജനവിഭാഗത്തിൻ്റെ ജീവിത പദ്ധതി തന്നെയാണ്. സ്വന്തം അക്ഷരം പോലെ സ്വന്തമായി അക്കവുമുണ്ടായിരുന്ന ലോകത്തെ അപൂർവ ജനവിഭാഗങ്ങളിലൊന്നായിരുന്നു മലയാളികൾ. അങ്ങനെ നോക്കുമ്പോൾ മലയാളികളോളം പ്രകൃതി സ്നേഹികളും പ്രവർത്തന സജ്ജരും പ്രത്യുൽപ്പന്നമതികളുമായ ഒരു ജനവിഭാഗം മറ്റെവിടെയെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ടി വരും. നമ്മുടെ സമ്പന്നമായ ചരിത്രവും സമൃദ്ധമായ ഭൂമിശാസ്ത്രവും സൂചിപ്പിക്കുന്നത് എത്ര മുകളിലേക്കും പടർന്നു പന്തലിക്കാൻ കഴിയുമാറ് ഫലഭൂയിഷ്ഠമായ മണ്ണും ആഴത്തിൽ വേരോട്ടവുമുള്ള വൻ വൃക്ഷം പോലെയാണ് കേരളം എന്നാണ്. ഈ തിരിച്ചറിവിലേക്കും തൽഫലമായുള്ള അഭിമാന ബോധത്തിലേക്കും ഓരോ മലയാളിയെയും നയിക്കാൻ ഈ കേരളപ്പിറവി ദിനാഘോഷം നിമിത്തമാകട്ടെ. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഗോപി പുതുക്കോട്.